മോർണിംഗ് സർ. മോർണിംഗ് മോർണിംഗ്. നമസ്കാരമുണ്ടോ? ഒന്ന് വേഗം വന്നേ, എല്ലാരും കാത്തിരിക്കാം. അവിടെ ചെന്നിട്ട് വേണം മിനിസ്റ്റോട് ബാക്കി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ എവിടേക്കാ? അവിടെ കഞ്ഞി വീഴ്ത്തൊന്നുമില്ല, എല്ലാവരും കൂടെ ചെല്ലാൻ. ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് പോയാൽ മതി. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞു കേട്ടാ മതി, കൂടുതൽ വിളച്ചിലൊന്നും എടുക്കണ്ട. ആ സാറിന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ തടയാൻ? ഉണ്ട്, നിന്റെ അപ്പൻ. നിർത്ത്. നമ്മളിവിടെ വന്നിരിക്കുന്നത് വഴക്കുണ്ടാക്കാനല്ല, അവകാശങ്ങൾ പിടിച്ചു പറ്റാനാണ്. അത് മറക്കരുത്. കാര്യങ്ങളൊക്കെ ഇത്രയും മോശമായ അവസ്ഥയിൽ എത്തിക്കാൻ പാടില്ലായിരുന്നു. പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തീർക്കാമായിരുന്നില്ലേ? എന്നെ എന്തിനാണ് ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്? സാർ, ഞാൻ മാത്രം വിചാരിച്ചാൽ തീർക്കാൻ പറ്റുന്നതല്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ. തൊഴിലാളികളും കോൺട്രാക്ടേഴ്സും യൂണിയൻ നേതാക്കളും മുൻകൈ എടുത്താൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയൂ. RDO എന്നും പറഞ്ഞ് തെക്കോട്ടും വടക്കോട്ടും നടന്നുകൊണ്ടൊന്നും കാര്യമില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാവണം, കഴിവ്. സാർ, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ്. മേസ്ത്രിക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് ഈ ഇരിക്കുന്ന നേതാക്കളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവര് കാണിച്ച അഴിമതിയും അക്രമവും മൂലം ജീവിതം പോലും വഴിമുട്ടിയവരാണ് ഞങ്ങൾ. ഇങ്ങനെ പറയാനും മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. എടോ ജോസ്, എന്താ സാർ? എന്താ ഒരു ആരവം? അത് പിന്നെ ജനങ്ങൾ ഇത്രമാത്രം ആരവം ഉയർത്താൻ സമ്മതിയുള്ള ഒരു നേതാവും ജീവിച്ചിരിപ്പില്ല എന്നല്ലേ പാർട്ടി പത്രം പറയുന്നത്? അതെ. പിന്നെന്താ ഇത്? താൻ പറഞ്ഞോളൂ. തൊഴിലാളികളുടെ മുഴുവൻ പ്രശ്നങ്ങളും വിശദമായി ബഹുമാനപ്പെട്ട മന്ത്രിയെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പഠിപ്പും വിവരവും ഞങ്ങൾക്കില്ലേ? അതുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി ഇന്നു മുതൽ സംസാരിക്കുന്നത് ഇദ്ദേഹമായിരിക്കും. ആരാ? മനസ്സിലായില്ല. തൊഴിലാളി, മുതലാളിയാ? പിന്നെ താൻ ആരാ? എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഞാൻ രവിശങ്കർ. ഇവർക്ക് വേണ്ടി, ഈ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നു. അതിന് തന്റെ കയ്യിൽ എന്ത് കോപ്പാണുള്ളത്? ഒരു 10 ദിവസത്തേക്ക് താൻ തൊഴിലാളികളുടെ കൂടെ ജോലി ചെയ്യണോ? അങ്ങനെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്ക്. യൂണിയനുകളുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയൻ എന്താണെന്നും പഠിക്കാം. അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണോ? സാറിന്റെ പേരെന്താണാവോ? തനിക്കറിയില്ലേ? അല്ല, എന്നാലും ഒന്ന് പറഞ്ഞോളൂ. AB തരകൻ. ഓ, AB തരകൻ. ആ. നീണ്ട 15 വർഷങ്ങളായി തുറമുഖ തൊഴിലാളികളുടെ ജീവാത്മാവും പരമാത്മാവുമായ പ്രസിഡന്റ്, ദേശീയവും സാർവദേശീയവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവൻ AB തരകൻ. കേവലം റബ്ബർ സ്റ്റാമ്പ് എന്നൊക്കെയാ ശത്രുക്കൾ പറയുന്നത്. പക്ഷേ കുശാഗ്ര ബുദ്ധി, തുറമുഖത്ത് ആരെവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കെൽപ്പുള്ളവൻ, കുത്തക മുതലാളിമാരുടെ ചട്ടുകം, പാവപ്പെട്ടവന്റെ വിയർപ്പിൽ നിന്ന് അപ്പം തിന്നുന്നവൻ, ലിസ്റ്റിലില്ലാത്ത തൊഴിലാളികളുടെ പേരിൽ തൊഴിൽ വിറ്റ് കാശാക്കുന്നവൻ. ഇതൊക്കെ 10 ദിവസം കൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിയുമോ സാർ? ജനങ്ങളുടെ നന്മയ്ക്കും നാടിന്റെ പുരോഗതിക്കും വേണ്ടി പോരാടുന്നവരെ കുറിച്ചാണ് താനീ പറയുന്നതെന്ന് ഓർമ്മ വേണം. ഈ നാടിന്റെ ഗതിയും നേതാക്കന്മാരുടെ ഗുണവും അറിയാൻ വേറെങ്ങും പോണ്ട സാർ. മുഷിഞ്ഞു നാറി അക്കങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത നമ്മുടെ 2 രൂപ നോട്ടും 5 രൂപ നോട്ടും കണ്ടാ മതി. 500 രൂപ നോട്ടിന്റെയും 1000 രൂപ നോട്ടിന്റെയും കെട്ടുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പുതുമയായിരിക്കും. പിന്നെ തുറമുഖത്തെ കുറിച്ച്, വിദേശ കപ്പലുകളിൽ നിന്ന് വാടകയും പൈലറ്റ് ഫീസും മറ്റും ഡോളർ ഇനത്തിൽ ഈടാക്കണമെന്നാണ് 91 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരുന്നത്. 92 മുതൽ 95 വരെ ഇത് ഈടാക്കുകയും ചെയ്തിരുന്നു. 95 മുതൽ 98 വരെ 765 വിദേശ കപ്പലുകൾ വന്നതിൽ നിന്നും രൂപ ഇനത്തിൽ ഈടാക്കിയതുകൊണ്ട് 14 കോടി 23 ലക്ഷം നഷ്ടമായി എന്ന് പറയുന്നതിൽ ഒരു വാസ്തവമില്ല. യഥാർത്ഥത്തിൽ ഡോളറിൽ തന്നെയാണ് നിരക്കുകൾ ഈടാക്കിയിരിക്കുന്നത്. രേഖയിൽ രൂപയാണെന്ന് മാത്രം. ഈ കോടികൾ എവിടെ പോയി? ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത്? എനിക്കിതിൽ ഒരു പങ്കുമില്ല. ഞാനിവിടെ ചെയർമാനായി ചാർജ് എടുത്തിട്ട് 2 മാസം പോലും ആയില്ല. അതോർത്ത് വിഷമിക്കേണ്ട സാർ, അവസരങ്ങൾ ഇനിയും ഉണ്ടല്ലോ. ഇതൊക്കെ അന്വേഷിക്കാൻ നീ ആരാ? രാജ്യത്തോട് കൂറുള്ള ഏതൊരു പൗരനും ഇതൊക്കെ അന്വേഷിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട് സാർ. വാക്കുകൊണ്ടല്ല, പ്രവൃത്തിയിൽ കൂടെ വേണം കൂറ് കാണിക്കാൻ. മിസ്റ്റർ ARM. ഓ യെസ്, ARM റാഫേൽ, CTTU എന്ന ട്രേഡ് യൂണിയൻ കമ്പനിയുടെ മുതലാളി. നീന്തി കുളിക്കാൻ ചന്ദനത്തൈലം കമഴ്ത്തിയ നീന്തൽക്കുളം, സഞ്ചരിക്കാൻ 5 ലക്ഷം മുതൽ 40 ലക്ഷം വരെ വിലയുള്ള കാറുകൾ, ലോറികൾ, മോട്ടോർ സൈക്കിളുകൾ,
ട്രാൻസ്ഫർ ക്രെയിനുകളുടെ നിരക്ക് വർദ്ധിപ്പിക്കാതിരിക്കാൻ എന്തു കൊടുത്തു ഇയാൾ? തുറമുഖത്തിന് നഷ്ടം 2,56,00,000 രൂപ. വൈദ്യുതി താരിഫ് പുതുക്കാത്തത് മൂലം 34,98,000 രൂപ. ബെർത്ത് വാടക നിശ്ചയിച്ചതിലെ പിഴവ് കാരണം 28,13,000 രൂപ. ബ്യൂറോക്രാറ്റുകളും ഭരണാധിപന്മാരും തൊഴിലാളി നേതാക്കളും ചേർന്ന മാഫിയ കോടിക്കണക്കിന് രൂപയാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. ഒരു ദിവസം 25-നും 30-നും ഇടയ്ക്ക് കപ്പലുകൾ വന്നിരുന്ന ഈ തുറമുഖത്ത് ഇന്ന് 1-2 വന്നെങ്കിലായി. സ്റ്റുവാർഡുമാരുടെയും കങ്കാണിമാരുടെയും വീട്ടുപടിക്കൽ വെളുപ്പാങ്കാലം മുതൽ കാത്തുനിന്ന് മടി നിറയെ കാശുമായി തിരിച്ചു പോയിരുന്ന തൊഴിലാളികൾ ഒരു ദിവസത്തെ വേലയ്ക്കും കൂലിക്കുമായി യൂണിയൻ ഓഫീസുകളുടെ മുന്നിൽ കാവൽ കിടക്കുകയാണിപ്പോൾ. നിങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ അപ്പാടെ വിശ്വസിച്ച ഇവർ ഇന്ന് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലാണ്. തനിക്കിപ്പോ എന്താ വേണ്ടത്? നീതി. കഷ്ടപ്പെടുന്ന തൊഴിലാളി വർഗം അർഹിക്കുന്ന നീതി. ഇവർ പണിയെടുക്കാൻ തയ്യാറാണ്. പക്ഷെ അടിച്ചേൽപ്പിക്കപ്പെട്ട അതിരിന്റെ ഇരുവശത്തുമായി ഇനി ഒരിക്കലും അവർ അണിനിരക്കില്ല. ഒരു യൂണിയന്റെ കീഴിലും ഇവർ ജോലി ചെയ്യില്ല. സ്വതന്ത്രരായ തൊഴിലാളികളാണിവർ. ഇവരുടെ വിയർപ്പിന്റെ കൂലി പറ്റാൻ ഒരു ട്രേഡ് യൂണിയൻ നേതാക്കളെയും അനുവദിക്കില്ല. അഴിമതിയും കാര്യശേഷിയില്ലായ്മയും മൂലം ഇനി ഒരിക്കലും അർഹതപ്പെട്ടവർ അവഗണിക്കപ്പെടരുത്. അടിയന്തര സാഹചര്യങ്ങളിൽ വേണ്ട തീരുമാനങ്ങൾ എടുക്കാതെ ഉത്തരവാദപ്പെട്ടവർ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് സംഭവിച്ചതാണിതെല്ലാം. നിങ്ങൾ എല്ലാവരും കൂടി ആലോചിക്കൂ, ഉചിതമായ ഒരു തീരുമാനമെടുക്കൂ. പുറത്തുനിന്ന് തൊഴിലാളികൾ എന്ന പേരിൽ ഗുണ്ടകളെ ഇറക്കി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കളയാമെന്ന് വല്ല അബദ്ധ ധാരണയുണ്ടെങ്കിൽ അനുവദിക്കില്ല ഞാൻ. കാലം വല്ലാത്തൊരു കാലാണ്ടു മേശ്രി. നേരെ ചൊവ്വിന് പോവാന്ന് വെച്ചാല് ഇവിടെ ഒന്നും നടക്കൂല. 4 ചുറ്റിന് ശത്രുക്കളാണെന്ന് വിചാരിച്ചാല് കഷ്ടിച്ച് കഴിഞ്ഞുകൂടാ. സംസാരം മൂത്തു വന്നപ്പോ ഷായുടെ ആളുകൾ കയറി ഉടക്കി കളയുമോന്ന് ഞാൻ വിചാരിച്ചു. ആഹാ, അവന്മാരുടെ നല്ല കാലത്തിന് പറഞ്ഞത് മുഴുവൻ അങ്ങോട്ട് കേട്ടതല്ലാതെ എതിർത്ത് ഒരു അക്ഷരം ഇങ്ങോട്ട് മിണ്ടിയില്ല. മുണ്ടൂല്ല, മുണ്ടാൻ പാടില്ല. ആഹാ, മൂക്കത്ത് ശുണ്ടി, കൽബില് നിറയെ ദയ, കൂർമ്മബുദ്ധിയും കൗശലവും വേറെ. മനസ്സിൽ പക കയറിയാലുണ്ടല്ല ഭയങ്കരനാ. അതാ രവി, ഓൻ എന്തിനെ നേരിടാനുള്ള ചങ്കുറപ്പുള്ളവനാ. ഈ തെരുവിനൊരു മോചനം ഉണ്ടാവുമെങ്കിൽ അതെന്റെ രവിയിലൂടെ ആയിരിക്കും. അതെനിക്ക് ഉറപ്പാ. ഇനി ഷായും കൂട്ടരും അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ അടങ്ങിയിരിക്കും? കടന്നൽ കൂട്ടിലല്ലേ കല്ല് വീണിരിക്കുന്നേ. കണ്ട വഴിയെ പ്രാണനും കൊണ്ട് പായും. എന്തായാലും മേശിരി ഒന്ന് കരുതിയിരുന്നോളി. നേരെ ഒരുപാടായി. കൂട്ടിന് വേണമെങ്കിൽ ഇവരാരെങ്കിലും കൂട്ടിക്കോളി. അയ്യോ വേണ്ട, പോകുന്ന വഴിക്ക് ഓഫീസ് ഒന്ന് കയറണം. മെക്കാനിക് സുധാകരൻ എന്നെയും കാത്തിരിപ്പുണ്ടാവും. ഇല്ലാത്ത കാശുണ്ടാക്കി അവനെ LLBക്ക് പഠിക്കാൻ വിട്ടിട്ട് ഇപ്പൊ എന്തായി? അവൻ ഈ കാണിക്കുന്ന ക്രിമിനൽ ബുദ്ധിയുടെ പകുതി മതിയായിരുന്നു ആ പരീക്ഷ പാസ്സാകാൻ. അതെങ്ങനെയാ? പഠിച്ച് പാസ്സാകാൻ പാടില്ലല്ലോ. എൻറോൾ ചെയ്ത് ഏതെങ്കിലും കസേര കയറി കുത്തിയിരിക്കട്ടെ. അപ്പോ സാറിന് ഇതുപോലെ നാട് നീളെ നടന്ന് തട്ടാനൊക്കത്തില്ലല്ലോ. ഇയാൾക്ക് ഇതെന്തോ നിന്റെ സൂക്കാരാണോ? ഒന്നും മിണ്ടായിരുന്നൂടെ? അയ്യോ മോനെ, നീ കൈ മുറിക്കണ്ട. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, നീ അത് കാര്യാക്കല്ലേ. വേണ്ട, കാര്യമായിട്ട് എടുക്കണ്ട. അല്ലെങ്കിലും അമ്മയാണല്ലോ ഇവനെ ചീത്തയാക്കുന്നത്. ഇവൻ ഒരുത്തൻ കാരണം ഈ കുടുംബം മുടിയും. സ്വന്തം കൂടപ്പിറപ്പിനെ എപ്പോഴും ഇങ്ങനെ ദൂഷിക്കരുത് കേട്ടോ. കഷ്ടപ്പെടുന്നവരോട് കാരുണ്യം കാണിക്കുന്നതാണോ തെറ്റ്? ഇന്ന് ചീപ്പ് കോപ്പ്. എന്റെ അമ്മേ, ഇന്ന് എന്തായിരുന്നു മിനിസ്റ്ററുടെയും മറ്റു നേതാക്കന്മാരുടെയും മുമ്പിൽ വെച്ച് അമ്മയുടെ മോന്റെ ഒരു പെർഫോമൻസ്. ഫയല് മറിക്കുന്നു, കണക്കുകൾ വിളമ്പുന്നു, പടുവെടുപ്പൻ ഡയലോഗുകൾ വെച്ച് കാറ്റുന്നു. എടാ മോനെ രവി, 10 കാശ് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കാൻ കഴിയാത്ത നീ എങ്ങനെയാടാ നാട് നന്നാക്കണേ? അല്ല, മനസ്സിലാഞ്ഞിട്ട് ചോദിച്ചതാ. എന്റെ ഹരി, നീ ഒന്ന് അവനെ ചാടി കടിക്കാതെ. അവൻ എങ്ങനെയെങ്കിലും നന്നായിക്കോളും. നീ ഒന്ന് പിടിച്ചാ വല്ല സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. അല്ലേടി രാധേ? ഓ, അത്രയൊന്നും വേണ്ട. പച്ചയിർക്കൽ കൊണ്ട് 2 പെട കൊടുത്താലും മതിയാവും. അതേടി, എനിക്ക് വട്ട. നീ എന്റെ അനിയനാണെന്ന് മിനിസ്റ്റർങ്ങാനും അറിഞ്ഞാണ്ടല്ലോ. വേണ്ട, അത്ര കുറച്ചാണെങ്കിൽ അനിയനാന്ന് പറയണ്ട. പക്ഷെ ചേട്ടനാണെന്ന് ഞാൻ എല്ലാവരോടും പറയും. നീ എന്നെ പരിഹസിക്കുകയാണോ? പരിഹസിച്ചോ. പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ഒരിക്കലും ഊരാൻ പറ്റാത്ത ഒരു കുടുക്കിലേക്കാണ് നീ പോകുന്നത്. ശരി, വരെ വെച്ചിരിക്കുന്നു. ഏയ്, അയ്യോ, ആരുമില്ലേ? എന്നെ കൊല്ലുന്നേ! അയ്യോ,
come on. ദേ കേറ്. ആ എങ്ങനെയുണ്ട്? കിളവൻ ചാകൊന്നുമില്ലല്ലോ. കുറവുണ്ട്. ആ എന്താടാ, എന്തിനാ നീ ഇവിടെ വന്ന് കിടക്കുന്നത്? സുഖവാസത്തിന് ആശുപത്രിയിലാണോ വന്ന് കിടക്കുന്നത്? നിനക്ക് എന്ത് പറ്റിയെന്നാ നീ പറയുന്നത്? നിന്നെ ആരാടാ തല്ലിയത്? ഇതൊക്കെ യൂണിയന്റെ കളികളാണ്. അല്ല, ഷായുടെ കുട്ടികളെ കൊണ്ട് അച്ഛനെ തല്ലിച്ചതാ. നിനക്കെങ്ങനെ അറിയാടാ? നീ ആരാടാ? നിനക്കെന്താടാ ഇവിടെ കാര്യം? സാർ എന്തിനാ എന്നോട് ചൂടാവുന്നേ? അച്ഛനെ തല്ലിയതിന് പരാതി ഇല്ലെന്ന് പറയണം. സാറിന് അത്രയല്ലേ വേണ്ടു? കഴിവേറി കളിയാക്കുന്നോടാ. സാറ് വളരെ നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ. തച്ചോളി മാണിക്കോ തൊതേനക്കുറിപ്പിനെയും കവച്ചു വെക്കുന്ന ചില അഭ്യാസങ്ങൾ കയ്യിലുണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. നീ എന്തോന്ന് കേട്ടിട്ടുണ്ട്? അധികം ജലിയല്ലേ? നെഞ്ചിന് 4 വരക്കട താഴെ ഒരു താപ്പ് താത്ത കുടിച്ച മുലപ്പാലും മുഴുവൻ പുറത്തു വരും. സാർ ഗുരുവായൂർ പത്മനാഭൻ എന്ന് കേട്ടിട്ടുണ്ടോ? വളരെ പ്രസിദ്ധനായ ഒരു ആനയാണ് മൂപ്പര്. നല്ല വിളഞ്ഞ് തെളിഞ്ഞ ഒരു കൊമ്പൻ. അവൻ ഈ പനം പട്ട തിന്നുന്ന കാഴ്ച ഒന്ന് കാണേണ്ടതാണ്. തുമ്പിക്കൈ കൊണ്ട് ചുറ്റി ചുഴറ്റി ഇടത്ത് കാല് കൊണ്ടൊന്ന് തട്ടി വലത്ത് കാല് കൊണ്ട് ചവിട്ടി പിടിച്ച് വലിച്ചുടച്ച കീറ. ഇട കൊണാട്ട് പ്ലേസിലെ പോലീസുകാരാ മടക്കി പിച്ച് കീറുന്നതിന്. ഏതോ ഒരു ഊച്ചാളി ഒറ്റി തന്നിട്ടാണെങ്കിലും പണ്ട് 1.5 കോടിയുടെ കള്ളപ്പൊന്ന് താൻ വേട്ടയാടി പിടിച്ചതും അതിപ്പാതി താൻ കടത്തിക്കൊണ്ടുപോകുമ്പോ പിടിക്കപ്പെട്ടതും തന്റെ ഈ തൊപ്പി അങ്ങ് തിരുവണ്ണാമലയിലോട്ട് പറന്നു പോകാതിരിക്കാൻ ഷാ തന്നെ സഹായിച്ചു നോക്ക് മറന്നുപോയോ? അതിന് ഷായോട് പ്രത്യുപകാരം ചെയ്യാൻ കെട്ടിയെടുത്തതാവും ഇവനെ. പാവപ്പെട്ടവന്റെ നെഞ്ചിന്റെ മുകളിൽ കയറിയിരുന്ന് നിറങ്ങാമെന്ന വല്ല ധാരണ ഉണ്ടെങ്കിലേ അതങ്ങ് കളഞ്ഞേരെ. പോലീസ് സ്റ്റേഷന്റെ അകത്തല്ല ഈ തെരുവ്, ഈ തെരുവിന്റെ അകത്താ പോലീസ് സ്റ്റേഷൻ. അത് മറക്കണ്ട. ഞങ്ങൾക്കൊരു പരാതിയില്ല. പരാതി തന്നിട്ട് കാര്യമില്ലെന്നറിയാം. പിന്നെ വെറുതെ എന്തിനാ ഒരു പരാതി? സാറ് പോ സാറേ. അച്ഛനെങ്ങനുണ്ട്? കുറവുണ്ട്. എന്താ രവിശങ്കർ പതിവില്ലാതെ ഈ വഴിക്ക്? ആ മേസ്തിരിയെ തല്ലി ചതച്ച ഒരു കൈയും കാലും സ്വാധീനമില്ലാതാക്കിയതും പോരാ, അയാളെ ഹോസ്പിറ്റലിൽ കിടക്കാൻ പോലും നിങ്ങൾ അനുവദിക്കില്ലേ? ആ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ആര് സമാധാനം പറയും? കേട്ടോ രവിശങ്കർ, എന്റെ ഫാദർ എന്നെയും തോളിലിട്ട് 50 പൈസ, അതായത് 50 കാശുമായി വന്നതാണ് ഈ നഗരത്തിൽ. ഇവിടെ ഈ തെരുവുകളിൽ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പിടിച്ചെടുത്തതാണ് ഈ മലഞ്ചരക്ക് വ്യവസായങ്ങളുടെ കുത്തക. അത് ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞങ്ങളുടെ കൂടെ നിന്നവരെ മേസ്ത്രി ഞങ്ങൾക്കെതിരായി തിരിച്ചാൽ അടങ്ങിയിരിക്കുന്നതാണോ കരുതിയത്? സലീം, ഇന്നത്തെ സലീം ഭായ്, ഇന്നലെ വന്നവൻ, അവനെ ഇനിയും വളരാൻ ഞാൻ അനുവദിക്കില്ല. അവനെ എന്നല്ല, ആരെയും. അതെ, ഈ തെരുവിൽ നല്ല ആൾക്കാർ ജീവിച്ചിരുന്നു. നേരും നിറയുമുള്ളവർ, സത്യവും നീതിയുമുള്ളവർ. നിങ്ങൾ തകർത്തെറിഞ്ഞ ചെറുകിട കച്ചവടക്കാരുടെ കണ്ണീർ വീണ് കുതിർന്ന മണ്ണാണിത്. അതിലൊരാളായിരുന്നു സലീം ഭായിയുടെ ബാപ്പയും. തലമുറകളായി തുടരുന്ന ഈ അനീതി ഉണ്ടല്ലോ, അതിനിയും തുടർന്ന. बापूजी, आप पूछना कौन છે? સલીમ ભાઈ નું જાસૂસ છે. ડરના મારી ઊંઘી નથી શકતો એટલે આવો છે. એને બગાડી દો. જાણું છું દીકરા, જાણું છું. હું એ જ કરવા જાણું છે. નારે માને ભગાડવાની જરૂર નથી. એકલો ધારા ધર્મ આવી શકું છું તો પાછા જવાનો રસ્તો રવિશંકરને ખબર છે. താൻ എന്നെ പറഞ്ഞു വിടുമൊന്നും വേണ്ട. തനിയെ തന്റെ മാളത്തിനകത്ത് വരാൻ അറിയാമെങ്കിൽ അതുപോലെ തിരിച്ചു പോകാനും രവിശങ്കറിന് അറിയാം. നീ എന്താണ് രമണിക്ക് പറഞ്ഞത്? ഒരുത്തന്നെ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്തോണ്ട് പേടിച്ച് പേടിച്ച് വന്നിരിക്കുകയാണെന്നോ? നീ കിടക്കപ്പായി കിടന്ന് പേടിച്ച് മൂത്രം ഒഴിക്കുന്ന വേല കാണണോ? കാണണോ നിനക്ക്? മോനെ, കൂടുതൽ കളിക്കില്ല. ഇത് പഴയ കാലമൊന്നുമല്ല. അച്ഛനും മകനും ഒന്നോർത്തോ, എന്റെ പൊക്കിൽ കൊടി വീണ് അലിഞ്ഞു ചേർന്ന മണ്ണാണിത്. ഇനി ഈ തെരുവ് അടക്കി ഭരിക്കാനാണ് ഭാവമെങ്കിൽ വേണ്ട വേണ്ട. അല്ല, മേശ്രിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അത് പറയാനാ ഞാൻ വന്നത്. ആ കുടുംബത്തിന് ജീവിച്ചു പോകാൻ മേസ്ത്രിയുടെ മകൻ ബാലൻ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടായാലേ പറ്റൂ. നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഭായ്? ആ ഷായും കൂട്ടാളികളും ഈ തെരുവ് മൊത്തം വിലയ്ക്ക് വാങ്ങി ഓന്റെ കോട്ടയാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ചില പ്രധാനപ്പെട്ട ഒഴിഞ്ഞിടക്കുന്ന സ്ഥലങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. കോയാ, ഓ, ഇവിടുത്തെ ചെറിയോരിക്കും വലിയോരിക്കും നാളെ എന്തെങ്കിലും ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓനത് കാണിച്ചു തരും. അതിൽ കൊള്ളാവുന്ന ഒരു സ്ഥലം നോക്കി ബാലനോട് എന്തെങ്കിലും ഒരു തൊഴിൽ തുടങ്ങാൻ പറ. പോരെ? ആ, തുടക്കത്തിൽ ആവശ്യമുള്ള പണത്തിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട.
വളരെ നല്ലത്. ആ. ഇതറിയുമ്പോ ആ കുടുംബത്തിന് ഒത്തിരി സന്തോഷാവും ഭായി. ചെല്ലി. ഇനി എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾ എന്നെ അപ്രോച്ച് ചെയ്താൽ മതി. എനിക്ക് ഇവിടെയൊക്കെ നല്ല ഹോൾഡാ. ഞാനിവിടുത്തെ ഒരു ചെറിയ ദാതയാണെന്ന് കൂട്ടിക്കോളൂ. ശരി ശരി, നിങ്ങൾ അന്വേഷിച്ചോളിന്ന്. ഇതിൽ കൂടുതൽ കിട്ടൂന്നുണ്ടെങ്കിൽ ചരക്ക് നിങ്ങൾ ഷായ്ക്ക് തന്നെ കൊടുത്തോളി. ആയിക്കോട്ടെ എന്ന്. ആ, നിങ്ങൾക്ക് എന്താ വേണോന്ന് പറഞ്ഞേ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കുങ്കുമപ്പൂ. ആ, അതാണ്. അത് ഫസ്റ്റ് ക്വാളിറ്റി വേണോ സെക്കൻഡ് ക്വാളിറ്റി വേണോ? ഈ കാശ്മീരിലെ ചരക്ക് വേണോ ഫ്രാൻസിന്റെ വേണോ? ഭായ് ചോദിച്ചേട്ടില്ലേ? വൈറ്റ് കുങ്കുമപ്പൂ. വൈറ്റോ? വൈറ്റ് എന്ന് വെച്ചാ വെളുത്തത്. ഭായ് വെളുത്ത കുങ്കുമപ്പൂ ഞാനിതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇത് ഇവിടെ കിട്ടുമെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങളുടെ ഒരു ഫ്രണ്ടാ പറഞ്ഞത്. ഇയാളുടെ കൂടെ ചെന്നാ വാങ്ങിച്ചു തരും. ഈ ഹലാക്ക് പിടിച്ച സാധനത്തിന്റെ പേര് നമ്മുടെ കാതിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഈ പടച്ചോലിക്ക് നിരക്കാത്ത കച്ചവടം തെരുവിൽ നടത്തുന്നത് ആരാണ് കൃഷ്ണ? അയ്യോ ഞാനല്ല, എനിക്കൊന്നും അറിയാനും വയ്യ. ഇവിടെ എവിടെ കിട്ടുമെന്നാ പറഞ്ഞത്? ഈ തെരുവിലെവിടെ കിട്ടുമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. വന്നു കയറുന്ന ആളുകളെ സൽക്കരിച്ചേ നമുക്ക് ശീലമുള്ളു. അതുകൊണ്ട് പൊയ്ക്കോളി. കൃഷ്ണ, ജയിലിൽ ഇമാതിരി അറാം പറഞ്ഞ സാധനം വാങ്ങിക്കാനെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലുണ്ടല്ലോ, അന്റെ മയത്തി അറബിക്കടലായിരിക്കും. അത് ശരി. അപ്പൊ കുങ്കുമപ്പൂ എന്ന് പറഞ്ഞാൽ മറ്റേ മരുന്നല്ലേ? പിന്നെ എന്ത് വിചാരിച്ച്? ഒന്നും വിചാരിച്ചില്ല. അല്ല സിസ്റ്റേഴ്സ്, നിങ്ങൾ എന്ത് വിചാരിച്ച ഈ കറുത്ത പൂവിന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്? സ്റ്റേജിൽ ഡാൻസ് ചെയ്യുമ്പോ കൂടുതൽ സ്റ്റാമിന കിട്ടാനുള്ള ഒരു മരുന്ന് ഇയാൾ വാങ്ങി തരാന്ന് പറഞ്ഞു. അത് കഴിച്ചിട്ട് പെർഫോം ചെയ്ത കുട്ടികൾക്ക് കലാതിലകം കിട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത്. അത് ശരി. ഓട്ടോ ഓട്ടോ പ്ലീസ്. എവന്റെ കൂടെ നടന്നാലേ നിങ്ങൾ തിലകമായി പോ. മനസ്സിലായില്ലേ? ഗോപി ഗോപി ചെല്ല, വീടിലേക്ക് പൊക്കോ. കേറിക്കോ. എവിടെ കേറുന്നു? നീ പോവാൻ പറ്റേ. നീയുമായിട്ട് എനിക്ക് അല്പം ഇടപാടുണ്ട്. കുങ്കുമപ്പൂ, ക്ലിപ്പ്, പഫ്, പാവപ്പെട്ട പെൺകുട്ടികളെ നീ വഴിതെറ്റിക്കോ അല്ലേടാ? അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവിയോ? ഒരു വന്യജീവി എന്നെ അയ്യോ ചെയ്യല്ലേ. എനിക്ക് ചെമ്പരത്തി പൂ ഞാൻ വാങ്ങിച്ചത്. അതെ, നമുക്ക് എന്താ എന്താ പ്രശ്നം? ഫ്രണ്ടിന്റെ ഫ്യൂണറിലുള്ള ഇടപാട് എന്താ മനസ്സിലായില്ല? എന്ത് വേണമെങ്കിലും വിളിച്ചോ. ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കാതെ എന്നെ രക്ഷിക്കാൻ നോക്കണം. ചെവി